ബലൂജി മേഖലയിൽ വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തിയോടിക്കുകയാണ് ബലൂജി ലിബറേഷൻ ആർമി. കഴിഞ്ഞ മണിക്കൂറുകളിൽ രണ്ട് വ്യത്യസ്ത സ്ഫോടനങ്ങളാണ് പാകിസ്ഥാന്റെ ബലൂജി മേഖലയിൽ ഉണ്ടായത്. അതിൽ ഒരു സ്ഫോടനത്തിൽ ബലൂചിസ്ഥാനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് സാരമായ കേടുപാടുകൾ ഉണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ബലൂജി മേഖലയുടെ ആധിപത്യം ഏറെക്കുറെ പൂർണ്ണമായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക ഭരണകൂടത്തിനോ പാകിസ്ഥാന്റെ സൈന്യത്തിനോ ആ മേഖലയിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. നേരത്തെ തന്നെ ബലൂചിസ്ഥാൻ തങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ബലൂജ് നേതാവ് കത്തെഴുതിയിരുന്നു. തങ്ങളെ അംഗീകരിക്കണമെന്നും ഇന്ത്യയുമായി സൗഹൃദത്തിനും ഇന്ത്യയുമായി ഉഭയകക്ഷി സൗഹാർദ്ദത്തിനും താല്പര്യമുണ്ടെന്നായിരുന്നു അന്ന് ബലൂചിസ്ഥാൻ നേതാവ് പറഞ്ഞത്. ഇന്ത്യ ഔദ്യോഗികമായി ബലൂചിസ്ഥാനെ അംഗീകരിക്കുകയും ചെയ്തു. അതായത് ബലൂചിസ്ഥാൻ നേതാവ് നൽകിയ കത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തു. അതിലൂടെ ഇന്ത്യ നൽകിയ സന്ദേശം ബലൂചിസ്ഥാൻ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അതിശക്തമായ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാന്റെ ഒരു വലിയ പ്രവിശ്യ തന്നെ നിയന്ത്രണത്തിലാക്കുകയാണ് ബലൂചിസ്ഥാൻ. മറുഭാഗത്ത് ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ തെഹ്രിക്ക് താലിബാൻ തുടങ്ങിയവരുടെ സംയുക്ത ആക്രമണം പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഉണ്ടാകുന്നു. ആ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ 4 പ്രവിശ്യകളായുള്ള പാകിസ്ഥാന്റെ 2 പ്രവിശ്യകളിൽ പാകിസ്ഥാൻ സേനയ്ക്ക് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനിയുള്ളത് പാക് അധീന കാശ്മീരും സിന്ധ് പ്രവിശ്യയും മാത്രമാണ്. ആ പ്രവിശ്യകളിൽ തന്നെ ആഭ്യന്തര സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു, ഉരുൾപൊട്ടിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ 2 മേഖലകൾ ബലൂചിസ്ഥാൻ മേഖലയും ഖൈബർ പഷ്തൂങ്ക മേഖലയും പാകിസ്ഥാന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ 2 രാജ്യങ്ങളായി പിളരുന്ന 2 അല്ലെങ്കിൽ 3 രാജ്യങ്ങളായി പിളരുന്ന കാലം വിദൂരമല്ലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെങ്കിൽ ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ തെഹ്രിക്ക് താലിബാൻ തങ്ങളുടെ ഭരണകൂടം സ്ഥാപിക്കുകയാണ്. താലിബാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാന്റെ ഖൈബർ പഷ്തൂങ്ക മേഖല വിഭജിച്ച് പുതിയൊരു രാജ്യത്തിന്റെ പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ തെഹ്രിക്ക് താലിബാൻ നടത്തുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം സ്വയം എരിഞ്ഞടങ്ങുകയാണ്. ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം അപ്രത്യക്ഷമാകുന്ന കാലം വിദൂരമല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ.